2 ദിവസം കടന്നുപോയി. നില അധികം പുറത്തേക്കൊന്നും ഇറങ്ങാതെ നീലിമയ്ക്കൊപ്പം തന്നെയിരുന്നു. സേതിനെ ഫോണിൽ വിളിച്ച് സംസാരിച്ച് ഉള്ളിലെ അവസാന പരിഭവം അലിയിച്ചു വിട്ടിരുന്നു നില. അപ്പോഴും വിശ്വജിത്ത് ആയി മറച്ചുവച്ച കാര്യം നിളയായി പറഞ്ഞില്ല. പറയാനുള്ള ധൈര്യം അവൾക്കില്ലായിരുന്നു എന്നുള്ളതാണ്. അതൊരു കുറ്റബോധം ആയി നിളയിൽ തങ്ങി നിന്നു. വൃന്ദയും നിളയും വിളിച്ച് സംസാരിക്കുമായിരുന്നു. അതിലൂടെ വിശ്വജിത്ത് തിരിച്ച് കോളേജിലേക്ക് പോകുന്നതൊക്കെ അവൾ അറിഞ്ഞു. അവനോട് സംസാരിക്കാൻ ഉള്ള തയ്യാറെടുപ്പിലായിരുന്നു നിള. നിള ഉച്ചയ്ക്ക് നീലിമയ്ക്കൊപ്പം കിടക്കാണ് നിള. നിളയെ നീലിമ പിന്നെയും വിളിച്ചപ്പോൾ നിള ഫോൺ സൈഡിലേക്ക് വെച്ച് ചേച്ചിക്ക് നേരെ തിരിഞ്ഞു കിടന്നു. തിരിച്ചു പോകണോ നിനക്ക്? നീ വരട്ടെ, നോക്കട്ടെ. എടി ഞാൻ ഒന്ന് സംസാരിക്കട്ടെ? വേണ്ട, ഞാൻ സംസാരിക്കാൻ ചേച്ചി. തെറ്റെൻ്റെ ഭാഗത്താണ്. അത്ര വേഗമൊന്നും ആൾ നിന്ന് തരില്ല. കുറച്ച് പിന്നാലെ നടന്നാണെങ്കിലും ഞാൻ ആളെ പിടിച്ചോളാം. നീലിമ ചിരിയോടെ നിളയുടെ കവിളി തലോടി. മോളെ ജിതിനേട്ടൻ, എനിക്ക് ഉറക്കം വരുന്നു ചേച്ചി. നീലിമയെ സംസാരിക്കാൻ വിടാതെ നിള ചേച്ചിയെ ചുറ്റിപ്പിടിച്ച് കിടന്നു. നിള ചുറ്റിപ്പിടിച്ച കയ്യിൽ കുഞ്ഞിൻ്റെ അനക്കമറിഞ്ഞു. അതോടെ ഉറക്കം മാറ്റിവെച്ചവൾ കുഞ്ഞു വാവയോട് സംസാരിച്ച് നീലിമയുടെ വയറിൽ തഴുകിയിരുന്നു. നിള വാവയോട് സംസാരിച്ചിരിക്കുമ്പോഴും നീലിമയുടെ വാത്സല്യം തഴുകലും കിട്ടിക്കൊണ്ടിരുന്നത് നിളയ്ക്കാണ്. നിളയെ തഴുകിയിരിക്കലേ തന്നെ ആദ്യമായി അമ്മയുടെ വയറ്റിൽ മുഖം വെച്ചു കുഞ്ഞി നിളയോട് സംസാരിച്ചതൊക്കെ ഓർത്തുപോയി നീലിമ. ആ ഓർമ്മകളിൽ തന്നെ കണ്ണും നനഞ്ഞു അവളുടെ. അരുമയായി നിളയുടെ മുഖം കയ്യിലെടുത്ത് നെറ്റിലൊരു ഉമ്മ നൽകി നീലിമ. അമ്മച്ചൂരിലേക്ക് എന്ന പോലെ നീലിമയെ കെട്ടിപ്പിടിച്ച് നെഞ്ചിലേക്ക് മുഖം ചേർത്ത് കിടന്നു നിള. ആ കിടപ്പിൽ രണ്ടാളും മയങ്ങിപ്പോയി. ചായയുമായി ഷീജ വിളിക്കാൻ വരുമ്പോഴാണ് പിന്നെ ഉണരുന്നത്. ക്ലോക്കിൽ സമയം നോക്കിയ നിള പെട്ടെന്ന് എഴുന്നേറ്റ് റൂമിലേക്ക് നടന്നു. ഒപ്പം തന്നെ സേതിയെ വിളിച്ച് വിശ്വജിത്ത് റൂമിലുണ്ടോ എന്ന് തിരക്കി. ചേച്ചി, ഞാൻ സ്കൂട്ടി എടുക്കുന്നുണ്ടേ. എവിടേക്കാ? നിള പുറത്തേക്ക് പോകാൻ റെഡിയായി വരുന്ന കണ്ട് നീലിമ സംശയിച്ചു. അതൊക്കെയുണ്ട്. ഒന്ന് ചിരിച്ചു കണ്ണ് ചിമ്മി നിള ഇറങ്ങി. പ്രജിൻ വഴി വിശ്വജിത്ത് എവിടെയുണ്ടെന്ന് മനസ്സിലാക്കി സേതി അവളെ വിളിച്ചറിയിച്ചു. വിശ്വജിത്ത് കോളേജിൽ നിന്ന് വന്നതിന് ശേഷം ഒന്ന് ഫ്രഷായിട്ട് എല്ലാവർക്കുമുള്ള ചായ ഇട്ടു. കുറച്ച് സവാള അരിഞ്ഞ് ഒരു തട്ടിക്കൂട്ട് ബജ്ജിയും ഉണ്ടാക്കിയെടുത്തു. ചായ കുടിക്കാൻ വന്ന മാഷ്മരെല്ലാം ഒരു കുഞ്ഞു പുഞ്ചിരിയോടെ അവനെ നോക്കി. കുറച്ച് നാളുകളായി അവനിൽ നിന്ന് വലിയ സഹകരണമൊന്നുമില്ലായിരുന്നല്ലോ. വിശ്വജിത്തും അവർക്കൊരു പുഞ്ചിരി നൽകി ഒപ്പം തന്നെ ഇരുന്നു. അതോടെ നിളയുമായുള്ള അവൻ്റെ പ്രശ്നങ്ങൾ പരിഹാരം വന്നു കാണുമെന്ന് അവർ കരുതി. എന്നാലും നേരിട്ട് ചോദിച്ച് അവനൊരു ബുദ്ധിമുട്ട് വരുത്താൻ ആരും ശ്രമിച്ചില്ല. ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു പതിവ് നടത്തി ഇറങ്ങി വിശ്വജിത്ത്. തെങ്ങിൻ തൂപ്പിലൂടെ തന്നെ അവൻ പാടത്തെ റോഡിലേക്ക് കയറി. പാടത്തെ കുളം വറ്റിച്ച് ആളുകൾ മീൻ പിടിക്കുന്നുണ്ട്. അതിൻ്റെ ആരവവും ബഹളവും നല്ലോണമുണ്ട്. അതൊക്കെ നോക്കിയാണ് അവൻ റോഡിലേക്ക് നടന്നത്. റോഡ് സൈഡിലൊക്കെ കുറച്ച് ബൈക്കുകൾ നിർത്തിയിട്ടിട്ടുണ്ട്. മീൻ പിടിക്കുന്നത് കാണാൻ വന്നവരുടെയാണ്. പതിവിരിക്കുന്ന മുളബെഞ്ചിൽ അപ്പുറം മാറി ആശ ഇരിക്കുന്നത് കണ്ട് വിശ്വജിത്ത് അങ്ങോട്ട് ചെന്നു. ഇതെന്താ ഇവിടെ ബുക്കൊക്കെ ആയിട്ട്? സാധാരണ സൺഡേകളിൽ വൈകിട്ട് നടക്കാൻ ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടെങ്കിലും ക്ലാസ്സൊക്കെ ഉള്ള ദിവസം ഇങ്ങനെ ബുക്കൊക്കെ കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അവൻ തിരക്കി. ഞാൻ ഇവിടെ ഇരുന്ന് പഠിക്കാമെന്ന് വെച്ച് വന്നതാ. നാളെ ടെസ്റ്റ് ഉണ്ടേ. റൂമിൽ ഇന്നൊരാളുടെ ബർത്ത്ഡേ ആണ്. അതിൻ്റെ ആഘോഷത്തിലുള്ള ഒരുക്കങ്ങളാണ് എല്ലാം കൂടി. ഞാൻ അതുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതാ. പക്ഷേ ഇന്നിവിടെ വന്നപ്പോൾ അതിലും ബഹളം. മീൻ പിടിക്കുന്ന ആരവ് നോക്കി ആശ പറഞ്ഞു. നല്ലോണം മീനുണ്ടെന്ന് തോന്നുന്നു. അതാണ് ഇത്ര ബഹളം. ഒരു ചിരിയോടെ വിശ്വജിത്ത് ബെഞ്ചിൻ്റെ ഇങ്ങേ അറ്റം വന്നിരുന്നു. സാർ ചെറിയ സന്തോഷത്തിലാണല്ലോ. ആ ചേച്ചിയെ കണ്ടോ? ആൾ വന്നോ? വീണ്ടും ഒരു പുഞ്ചിരി തെളിഞ്ഞു അവനിൽ. സംസാരിച്ചോ? പ്രശ്നങ്ങളൊക്കെ സംസാരിച്ച് തീർത്തോ? അവനൊന്നും വിട്ടു പറഞ്ഞില്ല. എന്തൊക്കെയോ ഓർത്ത് പോലെ ഒരു ചിരിയോടെ ഇരുന്നു. ആളെ ഒന്ന് കാണാൻ വകുപ്പുണ്ടോ? വീണ്ടും ആശ തിരക്കി. ഏത് നിമിഷവും ഒരു എൻട്രി പ്രതീക്ഷിക്കാം. നീണ്ടുകിടന്ന റോഡിലേക്ക് ഒന്ന് നോട്ടം പാച്ച് അവൻ്റെ പ്രതീക്ഷ ഉറപ്പിച്ചു. ഒട്ടും ക്ഷമയില്ലാത്ത പോലെയായിരുന്നു നിളയുടെ യാത്ര. സന്ധ്യാവയിൽ ചുവപ്പ് പടർത്തിയ പാടത്തിൻ്റെ റോഡിലൂടെ സ്കൂട്ടി ഓടിക്കുമ്പോൾ അകലെയുള്ള ഇരിപ്പിടങ്ങളിൽ ഏതിലെങ്കിലും അവനുണ്ടോ എന്നൊരു തിരച്ചിൽ നടന്നുകൊണ്ടിരുന്നു. പതിവില്ലാതെ റോഡിൽ കാണുന്ന ബൈക്കുകളും കാറും ബഹളവും. നിള പാടത്തേക്ക് നോക്കി. മോട്ടോർ വെച്ച് വെള്ളം വറ്റിച്ച് കുളത്തിലെ മീൻ പിടിക്കാനാണ് ഈ ആരവം മുഴുവനും. സാവധാനം ആക്കിയ സ്കൂട്ടറിൻ്റെ സ്പീഡ് ഒന്നുകൂടി കൂട്ടി നിള നേരെ നോക്കിയത് വിശ്വജിത്തിനെയാണ്. മുളബെഞ്ചിൻ്റെ തൂണിച്ചാരി അവളെ നോക്കിയുള്ള ഇരിപ്പ്. നിള ഒന്ന് പതറി. സ്കൂട്ടിയുടെ സ്പീഡ് താനെ കുറഞ്ഞു. വളരെ സാവധാനമാണ് അവൻ ഇരിക്കുന്നതിന് കുറച്ച് നീങ്ങി അവൾ സ്കൂട്ടി നിർത്തിയത്. നിള അടുത്ത് വന്ന് വണ്ടി നിർത്തിയതും അവളിൽ നിന്ന് അവൻ്റെ നോട്ടം ആശയിലേക്ക് എത്തി. ആശയെ നോക്കി കണ്ണൊന്ന് ചിമ്മി നിളയെ കണ്ണുകൊണ്ട് അവൻ അവൾക്ക് കാണിച്ചു കൊടുത്തു. ആശ അതിശയത്തിൽ നിളയെ നോക്കി. സ്കൂട്ടി സൈഡിൽ ഒതുക്കി നിർത്തി ഇറങ്ങുകയാണ് ആള്. ഒരു ലൂസ് ബ്ലാക്ക് ജീൻസും ബ്ലൂ ഷർട്ടുമാണ് വേഷം. ഷോൾഡറിൽ കടന്നു കിടക്കുന്ന മുടി പാടത്തെ കാറ്റിൽ നല്ലോണം ഉലയുന്നുണ്ട്. മുഖത്തെ ഭാവങ്ങൾ ഒന്ന് അടക്കാൻ എന്നോണം മുഖമാകെ കൈകൊണ്ട് തുടച്ചാണ് നില വിശ്വത്തിൻ്റെ അടുത്തേക്ക് വന്നത്.
അടുത്തേക്ക് എത്തിയതിന് ശേഷം മാത്രമാണ് ബെഞ്ചിൻ്റെ അപ്പുറം ഇരിക്കുന്ന ആശയെ നില കാണുന്നത്. അപരിചിതത്തോടെ തന്നെ അവളെ നോക്കിക്കൊണ്ട് രണ്ടാൾക്കും ഇടയിലുള്ള സ്ഥലത്ത് നിലയിരുന്നു. കൈ രണ്ടും ബെഞ്ചിൽ കുത്തി ഒരു സങ്കോചത്തോടെ അവൾ വിശ്വത്തിനെ നോക്കി. നല്ല ഗൗരവത്തിൽ അവൻ അവളെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആ നോട്ടത്തിൽ നിലയുടെ മുഖം താനേ കുനിഞ്ഞു. തലയൊന്ന് താഴ്ത്തി ഒരു ദീർഘനിശ്വാസം എടുത്തിട്ട് നില ആശയെ നോക്കിയൊന്ന് ചിരിച്ചു. അവരെ രണ്ടാളെയും മാത്രം ശ്രദ്ധിച്ചിരുന്ന ആശയ്ക്ക് പെട്ടെന്നൊരു മറുചിരി തിരിച്ചു നൽകാനാവാതായി. തുടരും സ്നേഹത്തോടെ, അഭിനവി.